ജനവാസ കേന്ദ്രത്തിൽ 3 പ്ലൈവുഡ് ഫാക്ടറികൾ ആരംഭിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ കുര്യനാട് മണിയാക്കുപാറയിലാണ് ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ശുദ്ധജല വായു മലിനീകരണങ്ങൾ മൂലം മറ്റിടങ്ങളിൽ ലൈസൻസ് പുതുക്കാൻ കഴിയാതെ വന്ന പ്ലൈവുഡ് ഫാക്ടറികൾ മണിയാക്കുപാറയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നതിനെതിരെ പ്രതിഷേധ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ 2ാം വാർഡിൽ കുര്യനാട് മണിയാക്കുപാറയിൽ ജനവാസ കേന്ദ്രത്തിൽ 3 പ്ലൈവുഡ് ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിന് കാരണമാവുന്നത്. ഉഴവൂർ പഞ്ചായത്തിന്റെയും മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിന്റെയും അതിർത്തിയിൽ 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് പ്ലൈവുഡ് ഫാക്ടറികൾ ആരംഭിക്കാനൊരുങ്ങുന്നത്. പെരുമ്പാവൂർ മേഖലകളിൽ ശുദ്ധജല വായു മലിനീകരണങ്ങൾ മൂലം ലൈസൻസ് ലഭിക്കാതെ വന്നപ്പോഴാണ് സ്ഥാപനങ്ങൾ മണിയാക്കുപാറയിലെ ഗ്രാമീണ അന്തരീക്ഷത്തിന് ഭീഷണിയായി മാറാനൊരുങ്ങുന്നത്. ആദ്യത്തെ ഫാക്ടറിക്കായി ഉയർന്ന വിലയ്ക്ക് സ്ഥലം വാങ്ങി ഷെഡുകൾ നിർമ്മിച്ച് മണ്ണ് നീക്കി പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എന്നാൽ 2ാമത്തെയും 3ാമത്തെയും ഫാക്ടറികൾക്ക് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത്. നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം എത്തുന്നതോടെ പ്രദേശത്തെ ഗ്രാമീണാന്തരീക്ഷം തകരുമെന്നാണ് ആശങ്ക ഉയരുന്നത്. ഈ വളരെ ശാന്തമായ ജീവിതം നയിക്കുന്ന സാധാരണക്കാരുടെ ഒരു മേഖലയാണ് മണിയാക്കുപാറ. അപ്പോൾ ഇവിടെ കൃത്യമായൊരു അറിവോ അറിയിപ്പോ ഒന്നും നൽകാത്ത പലതരത്തിലുള്ള വിദ്യകൾ പ്രയോഗിച്ച് ഇവിടെ 3 പ്ലൈവുഡ് കമ്പനിക്ക് അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുടിവെള്ളത്തിന് വളരെയധികം രൂക്ഷത അനുഭവപ്പെടുന്ന ഈ മേഖലയിൽ ഒന്നാം പ്രശ്നം അത്. രണ്ടാമത് ഇത്തരം കമ്പനികൾ മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറെയെന്ന് സാധാരണക്കാർക്കെല്ലാം അറിയാം. അപ്പം ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിന് ഭംഗം വരുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ കണ്ടമാനം ഇവിടെ അധിവസിക്കുന്നു. അപ്പം ഇവിടുത്തെ ജീവിതത്തിൻ്റെ ആ ക്രമസമാധാനം നശിപ്പിക്കുന്ന തരത്തിലേക്കും പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന തരത്തിലേക്കുമാണ് ഈ നിർമ്മിതികളെല്ലാം ഇവിടെ അരങ്ങേറുന്നത്, ആരുടെയൊക്കെ ഒത്താശയോടെ. മരങ്ങാട്ടുപള്ളിയിൽ ഏറ്റവുമധികം ശുദ്ധജലക്ഷാമമുള്ള പ്രദേശത്ത് ജീവിതം കൂടുതൽ ദുസ്സഹമാവാനും അന്തരീക്ഷവായു മലിനീകരിക്കപ്പെടാനും ഇടയാക്കുന്ന തരത്തിൽ ഫാക്ടറി ആരംഭിക്കുന്നതിനെതിരെ ജനരോഷമുയരുകയാണ്. പെട്ടെന്നൊരു 3 പ്ലൈവുഡ് കമ്പനി വരുന്നതോടുകൂടി ഇവിടെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ വരികയും ഇവിടെയുള്ള സാമൂഹിക ജീവിതത്തിന് മാറ്റം സംഭവിക്കേണ്ടതും. പിന്നെ മാത്രമല്ല ഇവിടെ പണ്ട് തൊട്ടേ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ഇവിടെ ഈ പ്രവർത്തനം തുടങ്ങിയാൽ അതിന് അതിഭീമമായ വെള്ളം വേണ്ടി വരും. തന്മൂലം ഈ പ്രദേശത്ത് കൂടുതൽ ജലക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പോയിട്ട് ഇതിൽ നിന്ന് പുക മൂലവും മറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾക്കും കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. മണിയാക്കുപാറ കുമ്പങ്കോട് കോളനി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് 3 ഫാക്ടറികൾ ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നിരാഹാര സമരമടക്കം ജനകീയ പ്രക്ഷോഭം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയങ്ങളുടെ മറവിൽ 100ഓളം കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നതിനെതിരെ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്നും ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ നേരിൽ കണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നും മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് 2ാം വാർഡംഗം MN സന്തോഷ് കുമാർ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് ഈ പഞ്ചായത്തിൻ്റെ തന്നെയല്ല, മെമ്പറിൻ്റെയും ഇവിടെ ഉള്ളവരെല്ലാവരെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒരു കമ്പനി എന്നാണ് ആദ്യം പറഞ്ഞ് ഇവിടെ പണികൾക്ക് ആരംഭിച്ചത്. ഇവർ കമ്പനിക്കാർ വെച്ച് ഇവർ പറഞ്ഞ പെരുമ്പാവൂർ തടി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ദൂഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവർ പറഞ്ഞാൽ ഏണ്ടത് 100 അടി പൊക്കത്തിലുള്ള പൈപ്പ് ആണ് മുകളിലേക്ക് പോകണം, അതിൽ കൂടി അവിടെ പുക പോകണമെന്ന് പറയുന്നു. ആ പുക തന്നെ ഈ ഏരിയ മുഴുവനും അത് മാലിന്യ പ്രശ്നം ഉണ്ടാകും. ഒരു കമ്പനിയിൽ ഏകദേശം 150 വെച്ച് 3 കമ്പനികൾ 450 ആൾക്കാർ വരും. തന്നെയല്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു 300-350 ലിറ്റർ വെള്ളം ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് നിത്യോപ ആവശ്യങ്ങൾക്ക് അവർ വേണ്ടി വരും. അപ്പോൾ തന്നെ എത്ര ലിറ്റർ വെള്ളം എന്ന് കൂട്ടി നോക്കി അവരിവിടെ വരുമ്പം ഇവിടെ കൊള്ളാവുന്ന ആൾക്കാരെ കഴിഞ്ഞും കൂടുതൽ ജനങ്ങളാണ് ഈ അന്യതൊഴിലാളികളായിട്ട് ഇവിടെ വന്നു ചേരുന്നത്. ഇങ്ങനെയുള്ള കമ്പനികളിൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക് വന്നാൽ ഇവിടെയുള്ളവരുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശക്തമായ രീതിയിൽ ഇവിടെ അങ്ങനത്തെ ജനങ്ങളോടൊപ്പം ഞാനത് ശക്തമായ രീതിയിൽ എതിർക്കുകയാണ്. തൊട്ടുചേർന്നുള്ള ഉഴവൂർ പഞ്ചായത്തിലെ താമസക്കാർക്കും ഫാക്ടറികൾ ദുരിതമാവുമെന്ന് ഉഴവൂർ പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ശ്രീനി തങ്കപ്പൻ പറഞ്ഞു. ഇത് പെരുമ്പാവൂർ ഈ കമ്പനികൾക്കൊന്നും മലിനീകരണ ബോർഡ് അനുമതി കൊടുക്കാത്തതിൻ്റെ കാരണത്താലാണ് ഈ കമ്പനികളെല്ലാം നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിനകത്ത് വ്യക്തമാണ് ഇത് വൻ മലിനീകരണം ഉണ്ടാവും, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികളെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും തന്നെയും ഇവിടുത്തെ ക്രമസമാധാന നില താറുമാറാവുക. ആ തൊഴിലാളി വരുമ്പോൾ നമുക്കിവിടെ സമാധാനപരമായിട്ട് ഈ വഴിയിൽ ഇപ്പോൾ നമുക്ക് സ്വൈര്യമായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ഈ വഴിക്ക് ഒരു രാത്രിയിലോ പകലോ ഇന്നെല്ലാം നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ വളരെ ബംഗാളികൾ മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് വരെ ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഏതറ്റം വരെ ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കാതിരിക്കാനുള്ള ഏതറ്റം വരെയുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ഈ ജനങ്ങളുടെ കൂടെ നമ്മുടെ നാട്ടുകാരുടെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം പറയും. പൊതുപ്രവർത്തകനായ ജോസ് കുറുമുട്ടത്ത്, ജോസ് കുമ്പളോലിൽ തുടങ്ങിയവരടക്കമുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടുന്ന ജനകീയ കൂട്ടായ്മ ശക്തമായ പ്രതിഷേധ സമരത്തിനൊരുങ്ങുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും പരിഗണിക്കാതെ ഫാക്ടറികൾ പ്രവർത്തനമാരംഭിച്ച് പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.